പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതാണ്. അതായത് നമ്മുടെ മരണത്തിന് ശേഷമുള്ളത് നരകം മാത്രമല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിനനുസരിച്ച് ഒരു പ്രതിഫലം നൽകുന്ന കർത്താവുണ്ട്. സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് ബൈബിളിലുണ്ട്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിരവധി വ്യക്തികൾക്ക് സ്വർഗത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ല. അത് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൽ ഈ അടുത്ത കാലത്ത് വന്നിരുന്ന അപജയമാണ്. ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ സ്വർഗത്തെക്കുറിച്ച് ഉള്ള ആ ബോധ്യത്തിൽ അവർ ബലപ്പെട്ട് ജീവിച്ചിരുന്നു. ഞാൻ ഒരു അമ്മച്ചീനെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ അമ്മച്ചിയുടെ ജീവിതത്തിലെ സ്ഥിതി ഇങ്ങനെയാണ്. അതായത് ഒരു 10-12 മക്കളെ പെറ്റി വളർത്തിയ അമ്മയാണ്. 10-12 മക്കളെ പെറ്റി വളർത്തിയ അമ്മയാണെങ്കിലും അതിൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല. ഈ അമ്മ ഒറ്റയ്ക്ക് വാർദ്ധക്യത്തിൽ ഇങ്ങനെ വിഷമിച്ച് കഴിയുകയാണ്. കഞ്ഞി കൊടുക്കാനും ആരുമില്ല. ഈ മക്കളെല്ലാം കാനഡ, അമേരിക്ക, ബാംഗ്ലൂർ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പോയി കിടക്കുകയാണ്. ഈ അമ്മ മാത്രം നാട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ അമ്മയുടെ സ്ഥിതി കണ്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മ, ഇത്രയും മക്കളെല്ലാം പെറ്റുകൂട്ടിയിട്ട് ഒരെണ്ണം പോലും അമ്മേനെ നോക്കാനില്ലല്ലോ, നന്ദിയില്ലാത്ത മക്കൾ, അമ്മയ്ക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അമ്മ പറയാണ്, എന്തിനാച്ചാ സങ്കടപ്പെടുന്നത്, വേണ്ടി വന്ന ഒരു 12 ഇനി ഞാൻ പെറുമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. പ്രായമുണ്ട്. ആ അമ്മ പറയാണ്, എന്തിനാച്ചാ സങ്കടപ്പെടുന്നത്, സ്വർഗ്ഗം അല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. ഇവരുടെ നന്ദിയോ എൻ്റെ വാർദ്ധക്യത്തിൽ ഇവർ തരുന്ന കഞ്ഞിയോ അല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് സ്വർഗമാണ്. അതുകൊണ്ട് എനിക്ക് ഇവരോട് യാതൊരു സങ്കടവുമില്ല, പരിഭവമില്ല. ആരോടും എനിക്ക് പരിഭവമില്ല, എല്ലാവരോടും എനിക്ക് സന്തോഷം മാത്രമാണ്. കാരണം അവരെല്ലാം എന്നെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നവരും എതിർക്കുന്നവരും എല്ലാവരും നമ്മളെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടാൻ സഹായിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചുറ്റിനും വെച്ചുള്ള മുഴുവൻ ആളുകളും നമ്മുടെ സ്വർഗത്തിലെ ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന നല്ല ബ്ലെസ്സിങ്സാണ്. എന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. അതിന് പറ്റിയ തൂമ്പ പോലുള്ളത്, കൈക്കോട്ട് പോലുള്ളത്, മമ്മൂട്ടി, ഓടാലി, പല ടൈപ്പുള്ള ആളുകൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കും. അങ്ങനത്തെ വേണം. പ്രൈസ് ദി ലോർഡ്. അവരിലൂടെയൊക്കെയാണ് നമ്മുടെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ അമ്മ പറയുകയാണ്, ഞാൻ ഒരു സെല്ല് നേരം വിഷമിച്ചിരിക്കുകയല്ല. കാരണം എനിക്ക് സ്വർഗമുണ്ട്. എൻ്റെ ഈ സ്വർഗത്തിലേക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി ഇനി ഒരു 12 പെറാനും ഞാൻ റെഡിയാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു സ്ത്രീയുടെ കൂടെ തന്നെ ഒരു ജീവിതകാലം മുഴുവൻ ഒരു പുരുഷൻ കഴിയുക. ഒരു പുരുഷൻ്റെ കൂടെ തന്നെ ഒരു സ്ത്രീ ജീവിതകാലം മുഴുവൻ, അത് പൊരുത്തക്കേടുള്ള സ്ത്രീയോ പുരുഷനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അതിൻ്റെ നരകം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതല്ലാതെ പിന്നെ വേറെ ഏതാ? അതേമാതിരിയല്ലേ പല ജീവിതങ്ങളും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ യൂറോപ്പിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കർത്താവ് കല്യാണം നിങ്ങൾ കഴിച്ചിരിക്കണം എന്ന് നിർദ്ദേശിച്ചതിൻ്റെ വില മനസ്സിലായത് യൂറോപ്പിൽ ചെന്നപ്പോഴാണ്. അങ്ങനെ കല്യാണം ഇല്ല, കൂടി താമസിക്കുക. എന്താ സ്ഥിതി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു കല്യാണം വേറെ പിരിഞ്ഞ് ഭാര്യയും ഭർത്താവും നിൽക്കുക. ഭാര്യ നമ്മളെ കേരളക്കാരിയും, ഭർത്താവ് യൂറോപ്യനും, ഭാര്യ കേരളക്കാരിയും. അങ്ങനെ 2 പേർ പിരിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ വിവാഹമോചനം നേടാൻ കാരണം, വിവാഹമോചനം നേടിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് കുട്ടികളുണ്ടാകണമെന്ന് യാതൊരു താല്പര്യമില്ല. ഭാര്യയ്ക്കാണെങ്കിൽ കേരളക്കാരിയാ, മക്കൾ വേണം. കുട്ടികളില്ലാത്ത എന്ത് കുടുംബം? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നോ, കുട്ടികളുണ്ടാകാൻ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ റീസൺ പറയാൻ പറഞ്ഞു, എന്തുകൊണ്ട് കുട്ടികളുണ്ടാകാൻ ഇഷ്ടമല്ലെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞ റീസൺ എങ്ങനെയാണ്, കുട്ടികളുണ്ടായാൽ നമുക്കിങ്ങനെ സൊള്ളി അടിച്ച് നടക്കാൻ പറ്റില്ല. നമുക്കിങ്ങനെ കുറേ കാലം ഇങ്ങനെ ജീവിക്കണമെങ്കിൽ കുട്ടികൾ നമുക്കൊരു തടസ്സമാണ്. മാത്രമല്ല, പിന്നെ ചിന്തിച്ച് നോക്ക്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ഭാര്യ നിർബന്ധിക്കുകയാണ്. കുട്ടിയുണ്ടായാൽ രാത്രിക്ക് അത് കരയുമ്പം അതിനെ എടുത്തോണ്ട് മുള്ളിക്കാൻ കൊണ്ടുപോകണം. അതിന് ഓരോ സാധനം കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പണിയാം. നമ്മുടെ സ്വസ്ഥത പോകും. മാത്രമല്ല, രാത്രി ഉറങ്ങുമ്പം കുട്ടി കരഞ്ഞാൽ ഉറക്കം പോകും. അതുകൊണ്ട്
നമുക്ക് കുട്ടികൾ വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെ നശിച്ച ജീവിതങ്ങൾ ലോകത്തിൽ പെരുകി വരിക. കുട്ടി കരയുമ്പോൾ നമ്മുടെ ഉറക്കം പോകുമെന്ന് പറഞ്ഞ് കുട്ടി വേണ്ട. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്ത ജീവിതം, അതെങ്ങനത്തെ ജീവിതം ചിന്തിച്ച് നോക്ക്. കേരളക്കാർക്ക് ഭാവന കാണാൻ പോലും പറ്റില്ലായിരിക്കും അത്. ആ സ്ത്രീ പറഞ്ഞ്, കേരളക്കാർ പറഞ്ഞ് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഇത് കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാകണം, ആ കുട്ടികൾക്ക് വേണ്ടി മരിക്കണം, അതാണ് കുടുംബം. വേർപിരിഞ്ഞു, ബന്ധം വേർപിരിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ചിന്തിച്ച് നോക്കി, ഈ കരപ്പം പിടിച്ച് നിങ്ങളൊക്കെ വളർത്തിയിട്ട് എന്താ ഗുണം? കുറച്ച് കഴിയുമ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും, കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും വലിച്ചുകൊണ്ട് വരും, പിന്നെ രണ്ടും കൂടെ തൊള്ളിയടിച്ച് നടക്കും, കണ്ണുനീര് തന്നെ ബാക്കി ശിഷ്ടകാലം. ഹല്ലേലൂയ. അല്ലെങ്കിൽ കാനഡയ്ക്ക് എവിടേക്കെങ്കിലും പോകട്ടെ, നമ്മുടെ അവസാനത്തെ കാലത്ത് കണ്ട കോടാലി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ കോടാലികളായിട്ട് മാറും. ഒരു സമാധാനമുള്ളത് കുറച്ചല്ലേ ഉള്ളൂ, ബാക്കി ഒരു നല്ല ശതമാനം ഞാൻ കണ്ടിരിക്കുന്നത് ഒക്കെ കണ്ട കോടാലികളാണ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വളർത്തിയൊരു കുട്ടിയെ അമ്മേനെ ചെയ്തത് എന്താ വെച്ചാൽ, അമ്മേനെ കൊണ്ടുപോയിട്ട്, അമ്മയ്ക്ക് പ്രായമായി, മോൻ എന്ത് ചെയ്യുന്നറിയോ, ഈ അമ്മ നമുക്ക് ശല്യമെന്ന് പറഞ്ഞ അമ്മ മോനെ കൊണ്ടുപോയിട്ട്, അല്ല അവിടെ കോഴിക്കോട് ഒരു മാനസിക ആശുപത്രി കൊണ്ടുപോയിട്ട് ഡോക്ടറെ മുമ്പ് ഇരുത്തിയിട്ട് പോന്നു. വേറെ പുതിയ അഡ്രസ്സ് കൊടുത്തിട്ട് ആൾ തിരിച്ചു പോന്നു. ഡോക്ടർ നോക്കുമ്പോൾ ആളെ പിന്നെ അവിടെ കടന്ന് അമ്മ മരിക്കുകയോ അങ്ങനത്തെയൊക്കെ വല്ല ഏർപ്പാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഗുരുത്തക്കേടുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ അവസാനം ഇതിനൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പട്ടിണി കിടന്ന് ഇങ്ങനെ വളർത്തിയാൽ അവസാനത്തെ കാലത്ത് വലിയ ഗുണമൊന്നും നമുക്ക് കിട്ടാനില്ല. പിന്നെ എന്തിന് കുടുംബജീവിതം ഇങ്ങനെ നയിക്കണം? എന്തിനിങ്ങനെ കഷ്ടപ്പെടണം? എന്തിനിങ്ങനെ മക്കളെ പറയണം? എന്തിനീ മക്കളെ വളർത്തണം? എന്ത് ഗുണം? അല്ലെങ്കിൽ ഒരു വൈദികൻ ഇങ്ങനെ ജീവിക്കുക എന്തോ ഒരു കഷ്ടപ്പാടാണ്. നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സിസ്റ്ററിൻ്റെ ജീവിതം പറയുകയോ വേണ്ട, എന്തോ ഒരു ക്ലേശവും ഉപവാസവും പ്രാർത്ഥനയും കണ്ണീരും കഷ്ടപ്പാടും സമർപ്പിത ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മീയമായ സന്തോഷം ഉണ്ടെങ്കിലും മാനുഷികമായി അല്ലെങ്കിൽ കുട്ടികൾ ചിന്തിച്ചു എന്തിനിങ്ങനെ പഠിക്കണം? അങ്ങനെ ഓരോരുത്തരുടെ ജീവിതാവസ്ഥനെ വെച്ച് നോക്കിയാൽ എന്തിനീ കഷ്ടപ്പാട്, എന്തിനീ ക്ലേശം, എന്തിനീ കണ്ണുനീര്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ഉന്നതമായ വിധം പിതാവിൻ്റെ സന്നിധിയിൽ പ്രതിഫലത്തോടുകൂടെ ജീവിക്കാൻ തന്നെ. എന്നുറക്കെ പറയാം ഹല്ലേലൂയ. 126-ാം സങ്കീർത്തനത്തിൽ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറും. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവരാണ് മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ. കുടുംബം, സമൂഹ ജീവിതം, ഇടവക, ഇങ്ങനെയുള്ള നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി ദൈവവചന പ്രകാരം ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവരെ പോലെയാണ്. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കണ്ണീരോടെ ഇന്ന് വിതയ്ക്കുന്നവർ നാളെ ആർപ്പോടെ കൊയ്യും. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അമ്മ പറഞ്ഞ് സ്വർഗം ഉണ്ടാച്ചാൽ അതിന് വേണ്ടിയിട്ടാണ്. ഞാനപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കി. സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കളിപ്പിച്ച് തരാം. അത് 1027-ാം ഖണ്ഡികയിലാണ്. 10:27 1027-ാം ഖണ്ഡിക. അത് വചനം പഠിപ്പിക്കുകയാണ്. ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട ജീവിതം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? സ്വർഗം എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട ജീവിതം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? മുണ്ട് എല്ലാം മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. അടുത്ത വാക്യം അതാ പറയണത്. മക്കളെ, ഇതൊരു രഹസ്യമാണ്. പ്രൈസ് ദി ലോർഡ്.
അത് രഹസ്യത്തിൻ്റെ പ്രത്യേക കേട്ടാൽ മനസ്സിലാകാത്ത കാര്യം. പ്രൈസ് ദി ലോർഡ് എന്ന് നമ്മൾ കേൾക്കാൻ നിർബന്ധിക്കപ്പെടും. ഒരു രഹസ്യം, ഇത് മിസ്റ്ററിയാണ്, ഇത് രഹസ്യമാണ്. എന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് എല്ലാ ഗ്രഹണശക്തിക്കും വിവരണത്തിനും അതീതമാണ്. നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, അത്രമാത്രം വലുതാണ് സ്വർഗം. 1 കൊരിന്തോസ് 2-ാം അധ്യായം 9-ാം വാക്യം. ബൈബിൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യഹൃദയം ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. സീറോ മലബാർ സഭയുടെ പ്രബോധനത്തിൽ ഒപ്പീസിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണ് കണ്ടിട്ടില്ലാത്തത് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ടില്ലാത്തത്, മനുഷ്യഹൃദയം അനുഭവിച്ചിട്ടില്ലാത്തൊരു യാഥാർത്ഥ്യമാണ് സ്വർഗം. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ടില്ലാത്തത്, മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പശുവിന് വെള്ളം കൊടുക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ പഴയ വീട്ടിലെ ആ പശുവിന് ഇങ്ങനെ വെള്ളം കൊടുക്കുക. പശുവിന് പിണ്ണാക്ക് വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ പശുവിന് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു പശുവാണെന്ന് വിചാരിക്കണം. എല്ലാ പശുവിനും മനസ്സിലാവില്ല, ഇതൊരു സ്പെഷ്യൽ പശുവാണ്. അതിന് നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാൽ മനസ്സിലാവും. ആ പശുവിനോട് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ചേട്ടൻ സംസാരിക്കുക, നമ്മുടെ മത്തായി ചേട്ടൻ സംസാരിക്കുകയാണ്: പശു, എന്നെ മാർപ്പാപ്പ അടുത്ത പന്തക്കുസ്താ തിരുനാൾ ദിവസം റോമിലേക്ക് ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. പശുവിനോട് പറയാണ്: മാർപ്പാപ്പ എന്നെ അടുത്ത പന്തക്കുസ്താ തിരുനാൾ ദിവസം റോമിലേക്ക് ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. പശുവിന് മലയാളം മനസ്സിലായി. പശു എന്ത് ഭാവന കാണും? മാർപ്പാപ്പ ഒരുക്കിയ വിരുന്ന് എന്തായിരിക്കും പശു ഭാവന കാണുക? കുറേ പച്ചപ്പുല്ല് ഭാവന കാണും. ഫ്രാൻസിസ് പാപ്പ എവിടെന്നെങ്കിലും കുറച്ച് പച്ചപ്പുല്ല് വെട്ടി വെച്ചിട്ടുണ്ട് എന്ന് പശു ഭാവന കാണും. അല്ലെങ്കിൽ വേറെന്ത് ഭാവന കാണും? അല്ലെങ്കിൽ ഭാവന കാണുന്നത് കുറേ പിണ്ണാക്ക് വെള്ളം കലക്കി വെച്ചിരിക്കുന്ന ഭാവന കാണും. മാർപ്പാപ്പ ഈ കേരളത്തിൽ ചേട്ടന് വേണ്ടി അവിടെ കുറച്ച് പിണ്ണാക്ക് വെള്ളം കലക്കി വെച്ചതായിട്ട് മനസ്സിലാക്കും. ഈ പുല്ലും പിണ്ണാക്കും അല്ലാതെ പശു വേറെ എന്ത് ഭാവന? പശുവിന് ഇതിനെക്കുറിച്ച് കൂടുതൽ വേറെ ഏതെങ്കിലും വിരുന്നുണ്ടോ? സ്വർഗീയ വിരുന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ വിരുന്നെന്ന് പറഞ്ഞാൽ പശു കണക്കാക്കാൻ പോണത് ഈ പുല്ലും പിണ്ണാക്കും. ഇതിനേക്കാൾ അപ്പുറത്തൊരു വിരുന്നിനെ ഭാവന കാണാൻ പശുവിന് പറ്റുമോ? പറ്റുമോ? ഇതുപോലെയാണ് മനുഷ്യനോട് സ്വർഗത്തെക്കുറിച്ച് പറയണത്. മനുഷ്യനോട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അവൻ അന്ന് വരെ അനുഭവിച്ചുള്ള ഏറ്റവും വലിയൊരു സദ്യ ഭാവന കാണും, അല്ലെങ്കിൽ നല്ല മനോഹരമായൊരു ഭൂപ്രദേശം ഭാവന കാണും, അതും അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ ഏറ്റവും സന്തോഷമുള്ള ഒരു രംഗം ഭാവന കാണും. അതിൽ കൂടുതൽ ഈ മനുഷ്യന് സ്വർഗത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. ഈ പശുവിനോട് മാർപ്പാപ്പ ഒരിക്കൽ വിരുന്നിനെക്കുറിച്ച് പറയണ പോലെയാണ് ഈ മനുഷ്യനോട് സ്വർഗത്തെക്കുറിച്ച് പറയണത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യം. അതുകൊണ്ട് കത്തോലിക്ക സഭ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇത് എല്ലാ വിവരണത്തിനും ഗ്രഹണശക്തിക്കും അതീതമാണ്. യേശു പോലും അതിനെ വിവരിക്കാൻ മുതിർന്നിട്ടില്ല. പകരം പ്രകാശം, സമാധാനം, വിവാഹാഘോഷം, രാജ്യത്തിൻ്റെ വീഞ്ഞ്, പിതാവിൻ്റെ ഭവനം, സ്വർഗീയ ജെറുസലം, പറുദീസ, ഇങ്ങനെയുള്ള പ്രതീകങ്ങളിലൂടെ മാത്രമേ യേശു സംസാരിക്കാൻ മുതിർന്നിട്ടുള്ളൂ. അത്രയും ഉത്കൃഷ്ടമായ ഒരു പ്രതിഭാസമാണ് സ്വർഗ സൗഭാഗ്യം. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് സ്വർഗം നമുക്കങ്ങനെ വിവരിക്കാൻ പറ്റില്ല. പക്ഷേ സ്വർഗത്തെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചില പ്രത്യേകതകൾ നമുക്ക് വിവരിക്കാൻ സാധിക്കും. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേകതകളാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇത് പിതാവായ ദൈവം സംവിധാനം ചെയ്തതാണ്. ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിലെ 10-ാമത്തെ തിരുലിഖിതം, ഹെബ്രായ 11:10. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം സംവിധാനം ചെയ്തതും
നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു സ്വർഗ സൗഭാഗ്യത്തെയാണല്ലോ നാം നോക്കി പാർത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മളൊരു വലിയൊരു നിർമ്മാണം കണ്ടാൽ, അതൊരു ബിൽഡിംഗ് ആകട്ടെ, ഒരു ടൗൺ ആകട്ടെ, ഒരു നല്ല കാര്യം കണ്ടാൽ ഉടനെ ആദ്യം തന്നെ നമ്മുടെ ചിന്ത അന്വേഷിക്കുന്നത് ഇതാരാണ് ഇത് ഡിസൈൻ ചെയ്തത്. പക്ഷെ നല്ല നല്ല പട്ടണങ്ങൾ കണ്ടാൽ, ഡിസൈൻ ചെയ്തുണ്ടാക്കിയ പട്ടണങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ വലിയ വലിയ ബിൽഡിങ്ങുകൾ കണ്ടാൽ അപ്പോൾ തന്നെ ഉള്ളിൽ തോന്നും ഇതിൻ്റെ എൻജിനീയർ ആരായിരിക്കും. സ്വർഗം കാണുമ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം, അത്രയും വിസ്മയകരമായ നിർമ്മാണമായതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ചോദ്യം, ദൈവമേ ഇത് ആരുടെ തലയിലായത്? ദൈവത്തിൻ്റെ വചനം പഠിക്കുക, വേറെ ആരെക്കുറിച്ച് ചിന്തിക്കണ്ട. പിതാവായ ദൈവം നേരിട്ട് ഡിസൈൻ ചെയ്ത്, എഞ്ചിനീയർ പിതാവായ ദൈവം തന്നെയാണ്. ദൈവം സംവിധാനം ചെയ്തത്, നിർമ്മിച്ചത്, അടിസ്ഥാനം ഉറപ്പിച്ചത്, അതാണ് സ്വർഗം. ഇത് എന്നാണ് ദൈവം നമുക്ക് വേണ്ടി നിർമ്മിച്ചത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34-ാം തിരുലിഖിതം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവപുത്രനായ യേശു പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 34-ാം തിരുലിഖിതം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്താ ചെയ്തിരിക്കുന്നത്? സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. സജ്ജമാക്കാന്ന് പറഞ്ഞാൽ ഒരുക്കി വെക്കുക. അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ബിഷപ്പ് വരിക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വിശിഷ്ട അതിഥി വരിക എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫ്രാൻസിസ് വരിക എന്ന് വിചാരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ദിവസം ശ്രീലങ്കയ്ക്ക് പോണ വഴിക്ക് ബാംഗ്ലൂർ ഇറങ്ങിയിട്ടാണ് പോണത്, നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരുന്നുണ്ടെന്ന് ഒരു അറിയിപ്പ് കിട്ടിയെന്ന് വിചാരിക്കും. നിങ്ങൾ എന്തു ചെയ്യും? ബാംഗ്ലൂർ മുഴുവൻ തവിട് പൊടിയാക്കും, ഒരുക്കാൻ തുടങ്ങും, സജ്ജമാക്കും, അടിച്ച് വൃത്തിയാക്കും, വിരിയിടും, കട്ടണിടും, ഇറക്കി മടിച്ചു വെക്കും, ചെരുപ്പ് മടിച്ചു വെക്കും. പ്രൈസ് ദി ലോർഡ്. ഒരുക്കുക, സജ്ജമാക്കുക, അതിൽ കാര്യമുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടി എപ്പോഴാണ് ഒരുക്കം തുടങ്ങേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ആരാണ് ഒരുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതും വരുന്ന വ്യക്തിയുടെ പ്രാധാന്യം അനുസരിച്ചാണ്. വട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കും. എപ്പോഴാണെന്നറിയോ? വെള്ളിയാഴ്ച ആളുകൾ ധ്യാനം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ അങ്ങോട്ട് ഒരുക്കം തുടങ്ങും. അടിച്ചു വാരുന്നു, കഴുകുന്നു, വൃത്തിയാക്കുന്നു, ഡെറ്റോൾ ഇത് തുടയ്ക്കുന്നു, പിന്നെ മാറാലെ 8 കാലിനൊക്കെ അടിച്ച് ഓടിച്ച് കളയുന്നു, പിന്നെ പഴയ കുപ്പിയെല്ലാം എടുത്ത് കളയുന്നു, മുടിക്കുത്തെല്ലാം അങ്ങോട്ട് കൂടി എടുത്ത് കത്തിച്ച് കളയുന്നു. അങ്ങനെ അതെല്ലാം ചെയ്യണത് ഈ വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസമാണ്. അതിനുശേഷം ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ വെഞ്ചിരിച്ച് ഒക്കെ ധൂപാർപ്പണം ചെയ്ത് ഞായറാഴ്ച രാവിലെ വീണ്ടും ധ്യാനിക്കാൻ വരുന്ന അടുത്ത ബാച്ചിന് ധ്യാന കേന്ദ്രം തുറന്നു കൊടുക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് അവിടെ എൻ്റെ കൂടെയുള്ള ജോയിൻറ്റ് ഡയറക്ടറായിരിക്കുന്ന ആൻ്റണി നെടുമ്പുറത്തിൽ അച്ഛനാണ്. അപ്പോൾ ഈ ധ്യാനിക്കാൻ വരുന്നവർക്ക് വേണ്ടി ധ്യാന കേന്ദ്രം ഒരുക്കുന്നത് എപ്പോഴാണ്? 2 ദിവസം മുമ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ. എന്താ ഫോൺ കോൾ എന്നറിയോ? ഒരു ബിഷപ്പ് വിളിക്കുകയാണ്. ഇത് നമ്മുടെ ബാംഗ്ലൂർ ബിഷപ്പോ അല്ലെങ്കിൽ തട്ടിൽ പിതാവോ ആരെങ്കിലും ആകട്ടെ, ബിഷപ്പ് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ ഞാൻ അങ്ങോട്ട് ധ്യാനിക്കാൻ വരുന്നുണ്ട്, ഒന്ന് റെഡി ആക്കിക്കോളാൻ പറഞ്ഞു. 2 ദിവസം മുമ്പ് ഒരുക്കം തുടങ്ങിയാൽ മതിയോ? ഒരാഴ്ച മുമ്പേ ഒരുക്കം ആരംഭിക്കും. ഒരുക്കത്തിന് അപ്പോൾ ആൻ്റണീച്ചനല്ല, വട്ടായിലച്ചൻ തന്നെ നേതൃത്വം കൊടുക്കും. കാരണം പിതാവാണ് വരണത്. നേരത്തെ തന്നെ മുറി ഫിക്സ് ചെയ്യും. ആ മുറിയിൽ നേരത്തെ നോക്കും, ചൂടുവെള്ളത്തിനുള്ള യന്ത്രം പിടിപ്പിക്കും. പിന്നെ അത് വാതിലിന് കുറ്റിയും കൊളുത്തില്ലെങ്കിൽ വേഗം ഒരു കുറ്റിയും കൊളുത്തും മേടിച്ച് വെക്കും. പിന്നെ അപ്പോഴത്തേനാണ് ബാത്റൂമിലെ ബക്കറ്റ് നോക്കിയപ്പോൾ പുള്ളിയും പാണ്ടി പിടിച്ച ബക്കറ്റാണ്, പാണ്ട് പിടിച്ച ബക്കറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു നല്ല ബക്കറ്റ് മേടിച്ച് വെക്കും. അപ്പോഴത്തേനാണ് ടാപ്പിൽ വെള്ളം എപ്പോഴും ഇങ്ങനെ ശ്രുതി നിറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടാപ്പ് മാറ്റി നല്ലൊരു ടാപ്പ് വെച്ചു. അങ്ങനെ പിതാവാണ് വരണത്. ആ പിതാവിനനുസരിച്ച് നമ്മളൊരു ഒരുക്കം നടത്തും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് അവസാനം നോക്കുമ്പോഴത്തേനും ആ പിതാവിന് ചവിട്ടിയില്ല, ഉടനെ ചവിട്ടി വാങ്ങിയിട്ടു. അങ്ങനെ എല്ലാം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഒരു ഫോൺ കോൾ. ആരാന്നറിയോ? ആലഞ്ചേരി പിതാവ് വിളിച്ചിരിക്കുകയാണ്. ആലഞ്ചേരി പിതാവ് പറയുന്നത് ഞാൻ അങ്ങോട്ട് ധ്യാനിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എന്തായി? കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. മനത്തോടത്ത് പിതാവ് തന്നെ ഫോൺ ചെയ്യും. മനത്തോടത്ത് പിതാവ് പറയും, വട്ടായിലച്ചൻ അത് സഭയുടെ തലവനാണ് വരുന്നത്, അതിനനുസരിച്ച് നല്ല ശ്രദ്ധയും ഒരുക്കമൊക്കെ വേണം. ഒരുക്കം ഒരാഴ്ച മുമ്പല്ല, 1 മാസം മുമ്പ് തന്നെ ഒരുക്കം തുടങ്ങും. കാരണം ഒരു സഭയുടെ ഒരു റീത്തിൻ്റെ തലവനാണ് വരണത്. ഹല്ലേലൂയ.
ഒരു മുറിയുടെ ഉള്ളിൽ മാത്രമല്ല, പറ്റുമെങ്കിൽ റോഡ് മുതലങ്ങൾ ഒരു കെട്ടിടത്തിന് ചുറ്റുമുള്ള പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കും. ഒരുവിധം സാധിക്കുന്നിടത്തോളം നമ്മൾ ആ ബഹുമാനം കാണിക്കും. പറ്റുമെങ്കിൽ അവിടെ കമാനത്തിൻ്റെ അവിടെ ഒരു വെൽക്കം കൂടെ എഴുതി വെക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരന്മാരെ ഇതാ ഒരു ഫോൺ കോൾ. ഹലോ, ആരാത്? അപ്പോഴാണ് മനസ്സിലായത് പോപ്പ് ഫ്രാൻസിസ് കോളിങ്. ഫോൺ താഴേക്ക് പോയി. ശക്തി സംഭരിച്ച് വീണ്ടും എടുത്തു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് അട്ടപ്പാടിക്ക് ധ്യാനിക്കാൻ വരുന്നുണ്ട്, ശ്രീലങ്കയിലേക്ക് പോയി മടങ്ങി വരുന്ന വഴിക്ക് അവിടെ ഒരു ധ്യാനം കഴിഞ്ഞ് പോരാന്ന് വിചാരിക്കുകയാണ്, അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് അല്ലേ. അപ്പം എന്തായി? കൺട്രോള് എല്ലാവരുടെ കയ്യിൽ നിന്നും പോയി. മനത്തോടത്തെ പിതാവിൻ്റെ കയ്യിൽ നിന്നും കൺട്രോൾ പോയി. ആരാ ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കണത്? ഇപ്പോൾ ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആലഞ്ചേരി പിതാവും ക്ലീമിക്സ് പിതാവും പിന്നെ മറ്റ് കല്ലറയ്ക്കൽ പിതാവും, അങ്ങനെ 3 റീത്തുകളുടെയും തലവന്മാർ കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കും. മനത്തോടത്തെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. എത്ര നാൾ മുമ്പ് ഒരുക്കം തുടങ്ങും? 1 മാസം മുമ്പ് തുടങ്ങിയാൽ മതിയോ? എത്ര നാൾ മുമ്പ് തുടങ്ങും? 1 വർഷം മുമ്പ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കും. ആ മുറിയുടെ ചുറ്റിനുള്ള പുല്ല് വെട്ടിയാൽ മാത്രം മതിയോ? പോരാ, നെടുമ്പാശ്ശേരി മുതൽ ഒരുക്കം തുടങ്ങണം. അപ്പോൾ വരുന്ന ആളുടെ പ്രാധാന്യം അനുസരിച്ചാണ് എന്ന് ഒരുക്കം തുടങ്ങണമെന്ന് നിശ്ചയിക്കുന്നത്. ശരിയല്ലേ? വരുന്ന ആൾക്ക് എത്ര വില നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രയും മുമ്പേ ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങും. വരുന്ന ആൾക്ക് എത്ര വില കൊടുക്കേണ്ടത് അത്രയും മുതിർന്ന ആളായിരിക്കും ഒരുക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. വെറും ഒരു ഡൂക്കിലി ഇവിടുന്ന് വന്നെന്ന് പറഞ്ഞാൽ ഉടനെ ആൻ്റണിച്ച നേതൃത്വം കൊടുത്താൽ മതി, ഒരുക്കത്തിൻ്റെ നേതൃത്വം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മാർപ്പാപ്പ വരുമ്പോൾ ആൻ്റണീച്ചനല്ല, വട്ടാകരച്ചനല്ല, മനത്തോടത്തെ പിതാവല്ല, ഒക്കെ പോയി ടോപ്പ് ആളുകളാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ആൾക്ക് നമ്മൾ കൽപ്പിക്കുന്ന വിലയുണ്ടല്ലോ, അതനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, സ്വർഗത്തിൽ സ്വർഗസ്ഥനായ പിതാവ് വേർത്ത് കുളിച്ച് അടിച്ചു വാരി വൃത്തിയാക്കി നടക്കുകയാണ്. അവിടെ ആണിയടിക്കുന്നു, ഇവിടെ കർട്ടൻ തൂക്കുന്നു, അവിടെ കട്ടിൽ പിടിച്ചിടുന്നു, ഇവിടെ വിൻഡോ കർട്ടൻ ഇടുന്നു, ഓടി പാഞ്ഞ് നടക്കുകയാണ്. ഇന്നലെ തുടങ്ങിയതല്ല, യുഗാരംഭം മുതൽ ലോകസ്ഥാപനം മുതൽ ഓടി നടക്കുകയാണ്. ഈ മാലാഖമാർക്ക് പലർക്കും ഒരു ചുക്ക് മനസ്സിലാകട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചില ആ മുഖ്യദൂതന് റപ്പായാലും കൂട്ടരും ചോദിച്ചു, പിതാജി വാട്ട് ഈസ് ദ പ്രോബ്ലം? ഇതിങ്ങനെ ഇത്രയും ബഹളം കാണാം, ഇത്ര സ്പീഡും ഇത്രയും തെക്കും, ഇതൊരു ഒരു സ്വസ്ഥതയില്ലല്ലോ, എന്താ ഇത്ര ബഹളം എന്ന് ചോദിച്ച്. അപ്പോഴാണ് സ്വർഗസ്വനായ പിതാവ് റപ്പായാലും അങ്ങോട്ട് മാറി നിൽക്ക്, ഇതേ ബാംഗ്ലൂരിൽ നിന്ന് മറിയാമ്മ വന്നുകൊണ്ടിരിക്കുക. മറിയാമ്മയുടെ പേര് ഇവിടെ വാറുണ്ണി ഇവിടെ ഉണ്ടാവില്ല, ബാംഗ്ലൂരിൽ നിന്ന് വാറുണ്ണി. സ്വർഗസ്വനായ പിതാവ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഒരുക്കം സജ്ജീകരിക്കുകയാണ്. അങ്ങനെ ഇതെന്നാ തുടങ്ങിയത്? ലോകസ്ഥാപനം മുതൽ. ഈ വാറുണ്ണി ജനിക്കുമല്ലോ എന്ന് അറിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നു, അതൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ലോകസ്ഥാപനം മുതൽ സ്വർഗസ്വനായ പിതാവ് ഈ വാറുണ്ണിക്ക് വേണ്ടി ഒരുക്കം എത്ര ഒരുക്കിയിട്ടും മതിയാകുന്നില്ല. അത്രയും സ്വർഗസ്വനായ പിതാവ് വാറുണ്ണിനെ വിലമതിക്കുക. ഈ വാറുണ്ണിയോട് എത്ര സ്നേഹമുണ്ടോ അതുകൊണ്ടാണ് അത്രയും നേരത്തെ ഒരുക്കം തുടങ്ങിയത്. അല്ലെങ്കിൽ ആ കാവൽ മാലാഖയോട് പറഞ്ഞാൽ മതി, ധാരാളം മതി, വാറുണ്ണിക്കൊക്കെ അത് ആവശ്യമുള്ളൂ, ഈ പിള്ളയ്ക്ക് കഞ്ഞി മതിയായിരുന്നു. പക്ഷെ പോരാ, സ്വർഗസ്വനായ പിതാവ് നമ്മളെ വിലമതിക്കുക. അതുകൊണ്ട് ലോകസ്ഥാപനം മുതൽ സ്വർഗസ്വനായ പിതാവ് തന്നെ വേറെ ആരെയും അതിനത് ഏൽപ്പിക്കണില്ല. കാവൽ മാലാഖേനെയോ അല്ലെങ്കിൽ പിന്നെ അവിടെ കുറച്ച് സിൽബന്ധികളുണ്ട്, ഒരാളെ ഏൽപ്പിക്കണില്ല. സ്വർഗസ്വനായ പിതാവ് നേരിട്ട് ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അങ്ങനെ നേതൃത്വം കൊടുത്ത് പിന്നെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഇനി 90 ദിവസം, ഇനി 89 ദിവസം, 87 ദിവസം, 85, 75, 65, 45, 35, 25, 15, ഇനി വാറുണ്ണി വരെ 8 ദിവസമുള്ളൂ, 7 ദിവസമുള്ളൂ, 6 ദിവസമുള്ളൂ, 5 ദിവസം, 4 ദിവസം, 3 ദിവസം, നാളെ എൻ്റെ വാറുണ്ണി എത്തും. കാത്തിരിക്കുമ്പോൾ ദേ വാറുണ്ണി പേക്കോ നരകത്തിലേക്ക്. ആ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന വേദനയുടെ ആഘാതം നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൽ ഒരു മനുഷ്യൻ സ്വർഗസ്വനായ പിതാവിനെ ഏൽപ്പിക്കുന്ന വേദനയിൽ ഏറ്റവും വലിയ വേദന കുമ്പസാരിക്കാതെ നടക്കുമ്പോഴാണ്. അനുദപിക്കാതെ പാപം വെച്ചുകൊണ്ട് നടക്കുമ്പം. കാരണം ഇത് അല്ലെങ്കിൽ നാളെ മരിക്കൂ എന്നുള്ളത് ദൈവത്തിന് അറിയാം. എന്നുറക്കെ പറയാം ഹല്ലേലൂയ.